ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, ആദം നബി അലൈഹി ഇസ്ലാമിന് ശേഷം നൂഹ് നബി അലൈഹി ഇസ്ലാം വന്ന സമുദായം, നൂഹ് നബി അലൈഹി ഇസ്ലാം രാത്രിയിലും പകലിലും അവരോട് പോയി പറയും, മരണപ്പെട്ടു പോയ വദ്, സുവാ, യഹൂസ്, യഊഖ്, നസർ ഇതുപോലുള്ള ഔലിയാക്കന്മാരെ അല്ല നിങ്ങൾ വിളിക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങൾ വിളിക്കേണ്ടതെന്ന് അവരോട് പറയും. പക്ഷെ അവരുടെ നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് നിങ്ങൾ വദ്ദിനെയും സ്വാഹിനെയും യഹൂസിനെയും യഊഖിനെയും നസറിനെയും ഉപേക്ഷിക്കരുത് എന്ന് ആ നേതാക്കന്മാർ പറയും. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉക്കാല ചന്തയിലും ദുൽമജന്നയിലും പോയിക്കൊണ്ട് അവരോട് പറയും, അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, മരണപ്പെട്ടു പോയ ലാത്തയോടല്ല. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടോ ഉസൈർ നബി അലൈഹി ഇസ്ലാമിനോടോ ഒന്നല്ല പ്രാർത്ഥിക്കേണ്ടതെന്ന്. അപ്പോൾ അവരുടെ പിന്നാലെ നേതാക്കന്മാർ വന്ന് പറയും, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് കേട്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. മരണപ്പെട്ടു പോയ ആളുകളോട് അവർ സഹായം ചോദിച്ചിരുന്നു, അവരുടെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി, അവരെ നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന്. ഇന്നും മുജാഹിദുകൾ സ്റ്റേജ് കെട്ടി പറയും, നിങ്ങൾ മരണപ്പെട്ടു പോയ ആളുകളോടല്ല, അവരുടെ ഖബർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവരോടല്ല സഹായം ചോദിക്കേണ്ടത്, എന്നെന്നും ജീവിച്ചിട്ടുള്ള ഹയ്യുൽ ഖയ്യൂമായ റബ്ബിനോടാണ് നിങ്ങൾ സഹായം ചോദിക്കേണ്ടത്. വേങ്ങര എന്ന സ്ഥലത്ത് വെച്ച് സമാനമായിട്ടുള്ള ഒരു സംഭവം നടന്നു. അതില് ചില മുസ്ലിയാക്കന്മാരുടെ ഒന്ന് രണ്ട് സംസാരങ്ങൾ നിങ്ങൾ കേൾപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് ആദ്യം ഒരു മുസ്ലിയാരുടെ ഒരു വോയിസ്, ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കാണുക. ലാ തഖുദുഹു സിനത്തും വലാ നൗം ആയത്തുൽ കുർസിയിൽ പറഞ്ഞു, അല്ലാഹു തആലാക്ക് തൂക്കിയോർക്കോ അല്ല ഉറക്കില്ല. വലിയും അങ്ങനെ തന്നെയാണ്. എല്ലാം വലിയനെ കൂട്ടി മനസ്സിലാക്കണം. വലിയും അങ്ങനെ തന്നെയാണ്. എല്ലാം വലിയനെ കൂട്ടി മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല. അതേ സ്ഥലത്ത് തന്നെ വലിയയും ചേർത്ത് നമ്മൾ സമാനമായി മനസ്സിലാക്കണം. വലിയനും ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ബഖറയുടെ 255 ആയത്തിൽ പറഞ്ഞ കാര്യമാണ്. അള്ളാഹു ആണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹു ആകുന്നു. എന്നാൽ ഇവർ പഠിപ്പിക്കുന്ന ഔലിയാക്കന്മാരാണ് ലോകത്തിന്റെ കാര്യങ്ങൾ മുഴുവനും തദ്ബീർ ചെയ്യുന്നത്, എല്ലാം നിയന്ത്രിക്കുന്നുള്ളത്. അതിനുള്ള അവകാശം അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആന്റെ ആയത്തോതിക്കൊണ്ടാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് പാരായണം ചെയ്തുകൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ലോകത്തിന്റെ മുഴുവനും എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണ് ആര്? ഈ മരണപ്പെട്ട ആളുകൾ. ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവരാണ് ഈ മരണപ്പെട്ട ആളുകൾ. അവര് ഈ വലിയകള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല. ശരിയാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം കേരളത്തിൽ 10,000-കണക്കിന് സമസ്തയുടെ പള്ളികളിൽ വെച്ച് ഷെയ്ഖ് ജീലാനിയെ വിളിച്ചു കഴിഞ്ഞാൽ ആ 10,000-കണക്കിന് പള്ളിയിലുള്ള മുഴുവൻ ആളുകൾ വിളിക്കുന്നത്, ആ വിളി കേൾക്കുകയും ആ 10,000-കണക്കിന് പള്ളികളിൽ ലക്ഷക്കണക്കിന് ആളുകൾ വിളിക്കുന്ന ഓരോ കാര്യങ്ങളും എന്താണ്, അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി അത് ദൂരീകരിച്ചു കൊടുക്കാൻ ഈ മരണപ്പെട്ട ആളുകൾക്ക് കഴിയുമെന്നാണ് സമസ്തക്കാർ പഠിപ്പിക്കുന്ന വിശ്വാസം. വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വായിക്കൂടാ മുമ്പ് ഉത്തരം നൽകും. അങ്ങനെ ഉത്തരം നൽകണമെങ്കിൽ മയക്കമോ ഉറക്കമോ ബാധിക്കാത്ത അത്രയും സൂക്ഷ്മമായ രൂപത്തിൽ ഈ ആളുകളെ, ഈ മരണപ്പെട്ട ആളുകൾ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്ത് അവർക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഈ ഒരു വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നാണ് വേങ്ങരയിലുള്ള വെച്ചിട്ടുള്ള സംസാരത്തിൽ ഒരു മുസ്ലിയാർ പറഞ്ഞത്. സമസ്തക്കാരോട് മുഴുവനും ഈ വിശ്വാസം ഉള്ളവരാണ്. ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് വല്ലേ നീലത്തുനിന്നും എന്നെ വീളിപ്പോർക്ക് വായിക്കൂടാ മുമ്പ് ഉത്തരം നൽകുമെന്ന് അവര് പാടുകയും പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുള്ളത്. മരണപ്പെട്ട ആളുകളോട് വിളിച്ചിട്ട് സഹായം ചോദിക്കാം എന്ന് പഠിപ്പിക്കുന്നുള്ളത്. ഇനി ആ മുസ്ലിയാരുടെ ഒരു സംസാരം ഒന്ന് നിങ്ങളൊന്ന് കേൾക്കൂ. ഇവിടെ വേങ്ങരയിൽ നല്ലോണം പ്രചരിച്ച ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. ഏതോ ഒരു ക്ലിപ്പിലുണ്ട്, ലാ തൗഖുദുഹു സിനത്തും വലാനവും, ലാ തൗഖുദുഹു സിനത്തും വലാനവും, അള്ളാഹു തആലാക്ക് ഉറക്കമില്ല, അതുപോലെ തന്നെ തൂക്കിയുറക്കമോ ഉറക്കമല്ലാത്ത ആളാണ് അള്ളാഹു. ഈ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം അതേ രൂപത്തിൽ പിന്നെ മഹാന്മാരായ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. അള്ളാഹ്ക്കുള്ള അതേ രൂപം ഈ ഉറക്കല്ലായി, അതുപോലെ തന്നെ സിനത്തില്ല, പിന്നെ തൂക്കിയുറക്കം ഒന്നും ഇല്ലാത്തൊരവസ്ഥ അള്ളാന്റെ അതേ രൂപത്തിൽ ഒരാൾക്കില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമെന്ന് ഔട്ടാണ്. ആരെങ്കിലും പറഞ്ഞ അതേ രൂപത്തിൽ ഇല്ല എന്ന് പറഞ്ഞവൻ ഇസ്ലാമെന്ന് പുറത്താ. അല്ലാഹു തആലാക്ക് തൂക്കിയോർക്കോ അല്ല ഉറക്കില്ല. വലിയും അങ്ങനെ തന്നെയാണ്. എല്ലാം വലിയനെ കൂട്ടി മനസ്സിലാക്കണം. ഇസ്ലാമെന്ന് പുറത്താ. അള്ളാഹുവിന്റെ അതേ വിശേഷണം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണ്. ഇല്ല എന്ന് പറഞ്ഞാണെന്ന് അദ്ദേഹം പറയുന്നത്. അത് അബദ്ധമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്താണ് എന്നാണ്. അതേ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അള്ളാഹുവിനെ പോലെ തന്നെ വലിയനും ചേർത്ത് മനസ്സിലാക്കണം.
അതേപോലെ തന്നെ നിങ്ങൾ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, മരണപ്പെട്ട ആളുകള് അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കും. CM സ്മരണികയാണ് മുന്നിൽ കാണുന്നുള്ളത്. ഷെയ്ഖ് ജീലാനിയെ കുറിച്ച് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, CM മടവൂരിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇതേ വിശ്വാസമാണ് മരണപ്പെട്ട ആളുകളെ കുറിച്ച്. ജീവനോടെ ഉണ്ടാവുമ്പോൾ, ഇപ്പൊ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു ഉദാഹരണത്തിന് എടുത്തോളൂ. അദ്ദേഹത്തോട് സംസാരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഫോൺ എടുത്തിട്ട് വിളിക്കണം, അതെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകണം, അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഭാഷയാകണം, അദ്ദേഹം കേൾക്കുന്ന ഉച്ചത്തിൽ സംസാരിക്കണം. ഇപ്പൊ ജീവനോടെ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനും പരിധികളുണ്ട്. എന്നാൽ മരണപ്പെട്ടതിന് ശേഷമോ അദ്ദേഹത്തിന്റെ ഖബർ കെട്ടിപ്പൊക്കും, പിന്നെ അവിടേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കും. അതിനുശേഷം ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് വിളിച്ചാലും അദ്ദേഹം കേൾക്കുന്ന രൂപത്തിലാവും, അള്ളാഹുവിനെ പോലെയായി മാറും. ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ചു വിളിച്ചാൽ അദ്ദേഹം തിരിച്ചറിയും, എല്ലാവരുടെ ആവശ്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി അത് അർഹതപ്പെട്ട ആളാണോ അല്ലയോ എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്കാകും എന്ന രൂപത്തിൽ നിങ്ങൾ പഠിപ്പിക്കും. അള്ളാഹുവിനെ പോലെ തന്നെ അവരായി മാറും. ആ വിശ്വാസം അവർക്ക് ലോകത്തിന്റെ ഒരു തദ്ബീർ, ലോകത്തിന്റെ കൈകാര്യാർത്ഥം അവർക്കുണ്ട് എന്നുള്ള ഒരു അവകാശവാദം കൊടുക്കും അവർക്ക്. ആ വിശ്വാസത്തിന്റെ പേരിലാണ് നിങ്ങൾ മൗലീദുകളിലൂടെ, റാത്തിബുകളിലൂടെ, നാരിയത്ത് സലാത്തിലൂടെ നിങ്ങൾ മരണപ്പെട്ട ആളുകളെ വിളിക്കുന്നുള്ളത്. അള്ളാഹുവിനെ പോലെ തന്നെ മരണപ്പെട്ട ആളുകളായി മാറുന്നു. ഇത് നിങ്ങൾ പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വിശ്വാസത്തിന്റെ പുറത്താണ് നിങ്ങൾ മരിച്ച ആളുകളോട് സഹായം ചോദിക്കുന്നുള്ളത്. ഇതാണ് മുജാഹിദുകൾ പറയുന്നത്. ഇത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല. കാരണം മരണപ്പെട്ട ആളുകൾ ബർസഖിലാണ്. ഈ ലോകത്ത് എന്ത് നടക്കുന്നത് അവർക്കറിയാൻ പറ്റില്ല. എന്തിനേറെ പറയുന്നു, ഗുഹാനിവാസികളായിട്ടുള്ള ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, 300 ചില്ലാനം വർഷങ്ങൾ അവരെ ഉറക്കിക്കിടത്തി. ഈ ഭൗതിക ലോകത്ത് എന്താണ് സംഭവിച്ചത് അവർക്കറിയില്ല. നാളെ പരലോക കോടതിയിൽ അള്ളാഹുവിന്റെ റസൂലിനെയും എല്ലാ പ്രവാചകന്മാരെയും സാക്ഷിയായി അവിടെ കൊണ്ടുവരപ്പെടും. ആ സമയത്ത് ഈസാ നബി അലൈഹി സ്വലാം പറയുന്ന കാര്യമുണ്ട്, ഇവിടുന്ന് ഉയർത്തിയതിനു ശേഷം ഈ ലോകത്ത് എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല റബ്ബേ, നീ ആയിരുന്നു ഈ ലോകത്തിന്റെ സാക്ഷി, ഇവിടുത്തെ ജനങ്ങളുടെ മേൽ നീ ആയിരുന്നു സാക്ഷി, എനിക്കറിയില്ല ഇവിടെ എന്താണ് നടന്നത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔദുൽ കൗസറിന്റെ അടുത്ത് ഒരു ഭാഗത്തെ ഇടതുഭാഗത്തേക്ക് മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയിൽ റസൂൽ പറയും, അവരെ എന്റെ ഉമ്മത്തല്ലേ, വരട്ടെ എന്ന്. ആ സമയത്ത് റസൂലിനോട് പറയപ്പെടും, നബിയെ താങ്കളുടെ കാലശേഷം ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഈ പുത്തൻവാദികൾ, ഈ ബിദഹികൾ, ഇതുപോലുള്ള പുത്തൻ ആചാരം ഉണ്ടാക്കുന്ന ആളുകൾ ഇവിടെ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്തത് എന്താണെന്ന് താങ്കൾക്കറിയില്ല നബിയെ, താങ്കളുടെ മതത്തിൽ ഈ പുത്തൻവാദികൾ പുതിയതായി കൂട്ടിച്ചേർത്ത് താങ്കൾക്കറിയില്ല, അപ്പൊ മരണത്തിന് ശേഷം ഇവിടെ നടന്നതൊന്നും അറിയില്ല എന്ന് പറയും. നോക്കൂ സഹോദരങ്ങളെ, ഇനി ഇവരുടെ വാദം എന്താണ്? മരിച്ചതിന് ശേഷം നമ്മൾ വിളിച്ചാൽ കേൾക്കും, കാണും. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മരണപ്പെട്ട ആളുകളെ കേൾപ്പിക്കാൻ താങ്കളെ കൊണ്ട് പറ്റില്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് പോലും മരണപ്പെട്ട ആളുകളെ കേൾപ്പിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് നമ്മളെ തൊള്ള കൊണ്ട് വിളിച്ചാൽ മരിച്ച ആളുകൾ കേൾക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ മരണപ്പെട്ട ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാം ചൊല്ലിക്കഴിഞ്ഞാൽ റസൂലിന് വെളിവാക്കപ്പെടും, കേൾക്കുന്നല്ല വെളിവാക്കപ്പെടും. അതേപോലെ മലക്കുകളെ അതിനുവേണ്ടി നിയമിച്ചിട്ടുണ്ട്. നിരുപാധികമെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിന് മാത്രം ഖാസായിട്ട് എന്തിനാണ് പറയുന്നത്? മലക്കുകളെ എന്തിനാണ് ചുമതല ഏൽപ്പിച്ചു എന്ന് പറയുന്നത്? റൂഹ് മടക്കി നൽകപ്പെടും എന്തിനാണ് പറയുന്നുള്ളത്? അപ്പോ വെളിവാക്കപ്പെടും എന്നാണ് അവിടെയും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, ഈ ആളുകൾ നിങ്ങളെ ഷിർക്കിലേക്കാണ് ക്ഷണിക്കുന്നുള്ളത്. ഇത് ഇസ്ലാം അല്ല, ഇത് പുത്തൻ വാദങ്ങളാണ്, ഇത് ഷിർക്കിന്റെ വാദമാണ്, ഇത് അബൂജഹലിന്റെ വിശ്വാസമാണ്. ഇതാണ് ലോകത്ത് ആദം നബി അലൈഹി ഇസ്ലാമിന് ശേഷം നൂഹ് നബി അലൈഹി ഇസ്ലാം വന്ന സമുദായം ചെയ്തുകൊണ്ടായിരുന്ന ഷിർക്ക്, അവരുടെ വിശ്വാസം. ആ വിശ്വാസത്തിലല്ല മുസ്ലിങ്ങൾ ഉണ്ടാവേണ്ടത്. അള്ളാഹുവിനെ മാത്രം വിളിക്കുക. ഹയ്യുൽ ഖയ്യൂമായ റബ്ബാണ്, എല്ലാത്തിനും ഖാദിറാണ് റബ്ബ്. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ കണ്ണനാടിയേക്കാൾ അള്ളാഹു അടുത്തവനാണ്. എന്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനും അത് അംഗീകരിച്ച് ജീവിക്കാനും നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.